എല്ലാവർക്കും നല്ല നമസ്കാരം. ദേവി ശരണം, അമ്മേ ശരണം. ചാലക്കുടിയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് മടത്തിക്കാവ് ക്ഷേത്രം. തീർച്ചയായിട്ടും ഈ ക്ഷേത്രത്തിൽ 6 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം, അതിൻ്റെ ഏറ്റവും അവസാന ദിവസമാണ് ഈ ആറാട്ടോട് കൂടിയിട്ടുള്ള ഉത്സവം. കൂടൽമാണിക്യ ദേവസ്വത്തിൻ്റെ കോട്ടയിലുള്ള മഠത്തിൻ്റെ അടുത്തായിട്ടുള്ള ഈ ക്ഷേത്ര സങ്കേതമാണ് മടത്തിക്കാവ് ക്ഷേത്രം. വർഷങ്ങൾക്ക് മുൻപേ തന്നെ ഇവിടെ ഈ പ്രതിഷ്ഠയൊക്കെ നടക്കുന്നതിന് മുൻപേ തന്നെ മടത്തിക്കാവ് മുത്തി എന്ന് പറയുന്നൊരു ചൈതന്യമൂർത്തി അവിടെ ഉണ്ടായിരുന്നു. വീട്ടിൽ ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളോ മറ്റു കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ചൈതന്യത്തിനടുത്ത് വന്ന് പ്രാർത്ഥിക്കുകയും അനുഗ്രഹങ്ങൾ സിദ്ധിക്കുകയും ചെയ്ത ഒരു വലിയ പാരമ്പര്യം ഈ ക്ഷേത്രത്തിനുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭദ്രകാളിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. പക്ഷേ നമ്മൾ വിചാരിക്കും ഇത് രൗദ്രഭാവമായിരിക്കും പ്രതിഷ്ഠിക്കുന്നത്. അല്ല, ഇത് ചെന്താമര പൂവിതളിൽ പ്രതിഷ്ഠയാണ് ഭദ്രകാളിയുടെ. ശരിക്കും കേട്ടുകേൾവി പോലും ഇല്ലാത്തൊരു സംഗതിയാണത്. നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോയെന്നറിയില്ല, ഭദ്രകാളി താമര ഇതളുകളിൽ പ്രതിഷ്ഠയായിട്ടുള്ള രൂപം നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നെനിക്ക് തോന്നുന്നില്ല. അത് നമ്മുടെ മടത്തിക്കാവ് ക്ഷേത്രത്തിലാണുള്ളത്. ഈ ക്ഷേത്രം 1987 കൂടിയിട്ട് കൂടുതൽ ക്രമീകരണങ്ങൾ വരുത്തുകയും ക്ഷേത്രം വിപുലീകരിക്കുകയും പ്രതിഷ്ഠ നടത്തുകയും തുടർന്ന് 2015 ഇന്ന് കാണുന്ന വലിയൊരു ക്ഷേത്രാങ്കണത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു. ഇവിടുത്തെ ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിദ്യ, അതുപോലെ തന്നെ സന്താനലബ്ധി തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ, നാനാജാതി മതസ്ഥരായിട്ടുള്ള ആളുകൾ വന്നു ചേരുന്ന ഒരു ക്ഷേത്രമാണ് മടത്തിക്കാവ് ക്ഷേത്രം. എന്ന ക്ഷേത്രത്തിൻ്റെ ഉത്സവമാണ് ആറാട്ട് ഉത്സവമാണെന്ന് ഭദ്രകാളി കൂടപ്പുഴ ഈ ആറാട്ടുകടവിൽ വന്ന് മുങ്ങി അതിനുശേഷം ക്ഷേത്രത്തിലേക്ക് പോകുന്ന ആറാട്ട് ക്ഷേത്രത്തിലേക്ക് പോകുന്ന വരവാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ ചൈതന്യമൂർത്തിയായിട്ടുള്ള ഈ ക്ഷേത്രത്തിലെ ഉത്സവം ഇവിടെ നാനാജാതി മതസ്ഥരും വളരെ ഒത്തൊരുമയോടുകൂടി ആഘോഷിക്കുന്ന ഈ ക്ഷേത്രത്തിൻ്റെ ആഘോഷ കാഴ്ചകളിലേക്ക്, ക്ഷേത്രത്തിൻ്റെ ചടങ്ങുകളിലേക്കും മറ്റും നമുക്ക് കടന്നു ചെല്ലാം. നന്ദി, നമസ്കാരം. മഠത്തിൽക്കാവ് ഭഗവതി ഭദ്രകാളി സ്വരൂപമാണ്. അതേസമയം രൗദ്രഭാവങ്ങൾ വെടിഞ്ഞ് ശാന്ത സൗമ്യഭാവങ്ങളാർന്ന തേജസ്വരൂപിണി കൂടിയാണ്. ചെന്താമരപ്പൂവിൽ സ്ഥിതി ചെയ്യുന്ന ഭദ്രകാളി പ്രതിഷ്ഠ കേട്ടുകേൾവി പോലുമില്ലാത്ത അപൂർവങ്ങളിൽ അപൂർവമാണ്. വിദ്യ, വിവാഹം, സന്താനലാഭം തുടങ്ങിയ സൗഭാഗ്യങ്ങൾക്കായി മടത്തിക്കാവിലമ്മയെ ശരണം പ്രാപിക്കുന്നവർ നിരവധിയാണ്. കുടുംബൈശ്വര്യത്തിനും നെടുമംഗല്യത്തിനും നാരങ്ങവിളക്ക്, അന്നദാനം തുടങ്ങിയ വിശേഷ വഴിപാടുകളും പ്രധാനമാണ്. ദൂരദേശങ്ങളിൽ നിന്ന് പോലും ഭക്തർ ഈ ക്ഷേത്രം തേടിയെത്തുന്നു. ഈ ക്ഷേത്രം ആധുനിക രീതിയിൽ യാഥാർത്ഥ്യമായി തീർന്നത് 1987 ഫെബ്രുവരി മാസത്തിലാണ്. അതിനുശേഷം ഇന്ന് കാണുന്ന ഈ ക്ഷേത്രാന്തരീക്ഷത്തിലേക്കുള്ള വളർച്ചയ്ക്ക് 28 വർഷത്തെ പ്രവർത്തനവും പ്രയത്നവും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ 2015 ഏപ്രിൽ 23 പുതിയ ക്ഷേത്ര സങ്കേതത്തിൻ്റെ നിർമ്മാണവും പുനഃപ്രതിഷ്ഠയും നവീകരണ കലശവും നടന്നു. പ്രധാന ക്ഷേത്രവും ചുറ്റമ്പലവും ഗണപതി കോവിലും കൂടാതെ അയ്യപ്പസ്വാമിക്ക് സ്വതന്ത്രമായ ക്ഷേത്രവും ബ്രഹ്മരക്ഷസനും നാഗദൈവങ്ങൾക്കും വേണ്ടിയുള്ള മണ്ഡപങ്ങളും ഉൾക്കൊള്ളുന്നതാണ് മടത്തിൽക്കാവ് ക്ഷേത്രം. ഇന്ന് ക്ഷേത്രം നിലനിൽക്കുന്ന ഭൂമി ഏകദേശം 800 വർഷം മുൻപ് ഒരു ക്ഷേത്രഭൂമി തന്നെയായിരുന്നു. ബ്രാഹ്മണ സമൂഹം തങ്ങളുടെ ഭരദേവതയായി ആചരിച്ച് ആരാധിച്ചിരുന്ന ഒരു ക്ഷേത്രം പൂർവ്വകാലത്ത് ഇവിടെ നിലനിന്നിരുന്നതായി ദൈവജ്ഞർ തിരിച്ചറിയുന്നുണ്ട്. ത്രിപുര സുന്ദരി എന്ന് കരുതുന്ന ഭഗവതി സങ്കല്പവും ചൈതന്യവും ഇവിടെ ഉണ്ടായിരുന്നു. പിന്നീടെന്നോ ബ്രാഹ്മണ സമൂഹവും ആരാധനാലയവും ഛിദ്രശക്തികളുടെ കടന്നാക്രമണങ്ങളിൽ ശിഥിലമായിപ്പോയി. മടത്തിൽക്കാവ് ക്ഷേത്രം ഒരു ക്ഷേത്രമായി സാക്ഷാത്കരിക്കുന്നതിനു മുൻപ് മടത്തിൽക്കാവുമുത്തി നാട്ടുകാരുടെ നാവിലും നിലവിലും ഒരു അമ്മ ദൈവമായി നിലനിന്നിരുന്നു. കുടുംബത്തിൽ ആർക്കെങ്കിലും ഒരു അസുഖം വന്നാൽ, അല്ലെങ്കിൽ അനിഷ്ടങ്ങളോ അങ്കലാപ്പുകളോ അലോസരങ്ങളോ കൊണ്ട് മനസ്സ് കലുഷിതമായാൽ, അതുമല്ലെങ്കിൽ ഏതെങ്കിലും ശുഭകാര്യങ്ങളോ കർമ്മങ്ങളോ നടത്തുവാൻ നിശ്ചയിച്ചാൽ മുത്തിയുടെ മുൻപിൽ ഒരു തിരിവട്ടം തെളിയിക്കുക പതിവായിരുന്നു. നടയിൽ ഒരു കരിക്കുടച്ച് പിളർന്നു വീഴുന്ന കരിക്കിൻ വെള്ളം കൊണ്ട് അഭിഷേകം നടത്തുമായിരുന്നു. പൂജയില്ലാതെ, പൂജാരിയില്ലാതെയുള്ള ഈ സ്വയം സമർപ്പണം കൊണ്ട് മനസ്സിലെ കലികൽമഷങ്ങൾ ഒഴിഞ്ഞു പോകുമായിരുന്നു. ആദിവ്യാധികൾ ഇല്ലാതാകുമായിരുന്നു.
പറഞ്ഞും പതിഞ്ഞതും അറിഞ്ഞ് അനുഭവിച്ചതുമായ ഒരുപാട് സാക്ഷ്യങ്ങളുമായി ഇന്നും ദേശവാസികൾ മടത്തിൽക്കാവ് മുത്തിയെ പ്രാർത്ഥിക്കുന്നു. പ്രസിദ്ധമായ നോർത്ത് ചാലക്കുടി മടത്തിൽക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം സമാപിച്ചു. ഇതോടനുബന്ധിച്ച് കൂടപ്പുഴ കടവിൽ നടന്ന ആറാട്ട് ഭക്തിസാന്ദ്രമായി. തന്ത്രി കാരണത്ത് മനയിൽ ശ്രീധരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. കർമ്മങ്ങൾക്ക് ശേഷം 2 വട്ടം ഭഗവതിയുടെ തിടമ്പുമായി തന്ത്രിയും സംഘവും പുഴയിൽ മുങ്ങിയപ്പോൾ ഭക്തജനങ്ങളും ഒപ്പം ചേർന്നു. മേൽശാന്തി അരൂർ സജീവ് ശാന്തികളും കാർമ്മികനായി. തുടർന്ന് പ്രസാദ നിവേദ്യവും വിതരണവുമുണ്ടായി. അലങ്കരിച്ച രഥത്തിൽ ദേവിയുടെ തിടമ്പ് പ്രദർശിപ്പിച്ച് ക്ഷേത്രത്തിലേക്കുള്ള മടക്കയാത്രയിൽ താളമേളങ്ങളും കലാരൂപങ്ങളും അകമ്പടിയായി. രഥയാത്ര ക്ഷേത്രത്തിലെത്തിയ ശേഷം കൊടിയിറക്കും അനുബന്ധ ചടങ്ങുകളുമുണ്ടായി. ക്ഷേത്രസമിതി പ്രസിഡന്റ് KS രാജീവ്, സെക്രട്ടറി ചന്ദ്രൻ വടക്കൂടൻ, ഖജാൻജി KV ശശി, ആഘോഷ കമ്മിറ്റി ചെയർമാൻ N കുമാരൻ, ജനറൽ കൺവീനർ TR പുരുഷോത്തമൻ, ഭാരവാഹികളായ KV മോഹനൻ, OS സന്തോഷ്, ഷിഫ സന്തോഷ്, ജയ്ഷ രാജീവ് തുടങ്ങിയവർ നേതൃത്വം നൽകി. Thank you.